സുന്നത്തായിട്ടുള്ള കുളികൾ ഏതെല്ലാമാണ് എന്ന് ഒന്ന് ഓടിച്ചു പോവാം. സുന്നത്തായിട്ടുള്ള കുളികൾ നമുക്കൊരു അഞ്ചെണ്ണം പഠിക്കാം. സുന്നത്തായിട്ടുള്ള കുളികൾ പ്രധാനമായും 5 എണ്ണമുണ്ട്. ഒന്നാമത്തേതാണ് ജുമുഅക്ക് വേണ്ടി കുളിക്കുക. ജുമുഅക്ക് വേണ്ടി കുളിക്കുക എന്നുള്ളത് എന്താണ്? സുന്നത്താണ്. ഇത് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. അത് വാജിബാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരുണ്ട്, സുന്നത്താണ് എന്ന് പറയുന്ന വിഭാഗമുണ്ട്. 2 പ്രധാനപ്പെട്ട അഭിപ്രായങ്ങളും. മറ്റൊന്ന് സുന്നത്തിൻ മുഅക്കദ, ശക്തമായ സുന്നത്താണ് എന്നും പറയുന്നുണ്ട്. ഈ 3 അഭിപ്രായങ്ങളാണ് പ്രധാനമായിട്ടും ജുമുഅയുടെ കുളിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ഇമാം അഹ്മദ് ബിൻ ഹംബലൊക്കെ അത് വാജിബാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ജുമുഅയുടെ കുളി നിർബന്ധമാണ്, ഒഴിവാക്കിയാൽ കുറ്റകരമാണ് എന്നാണ് വാജിബ് എന്നാണ്. സുന്നത്താണ് മറ്റേത്, അത് ചെയ്തില്ലെങ്കിൽ വിരോധമില്ല എന്നുള്ളത്. പിന്നെ ജുംഹൂർ, ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് സുന്നത്തിൻ മുഅക്കദ, ശക്തമായിട്ടുള്ള സുന്നത്താണ്, മുഅക്കദായിട്ടുള്ള സുന്നത്താണ് എന്നുള്ളത്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ജുമുഅയുടെ കുളിയുമായി ബന്ധപ്പെട്ട അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനിഗ്തസല സുമ്മ അത്തൽ ജുമുഅത, ആരെങ്കിലും കുളിച്ചു എന്നിട്ട് ജുമുഅക്ക് വന്നു, ഫസല്ലാ മാ ഖുദ്ദിറ ലഹു, എന്നിട്ട് അവനെ നിശ്ചയിക്കപ്പെട്ടത് അവൻ നമസ്കരിച്ചു. അതായത് ഇവിടെ തഹിയ്യത്താണ് ഉദ്ദേശിക്കുന്നത്. പള്ളിയിലേക്ക് വന്നു, കുളിച്ചു, എന്നിട്ട് ജുമുഅക്ക് വന്നു, എന്നിട്ട് അവൻ തഹിയ്യത്ത് നമസ്കരിച്ചു. സുമ്മ അൻസത ഹത്താ യഫ്റുഗൽ ഇമാം മിൻ ഖുത്ബതിഹി, ഇമാം ഖുത്ബയിൽ നിന്ന് അവസാനിക്കുന്നത് വരെ, ഖുത്ബ ചെയ്ത് അവസാനിക്കുന്നത് വരെ എന്ത് ചെയ്യാ, അവനെ ശബ്ദമായി ഇരിക്കുക. സുമ്മ യുസല്ലി മാഹു, പിന്നീട് ആ ഇമാമോട് കൂടി ജുമുഅ നമസ്കരിക്കുക. എങ്കിൽ എങ്കിൽ അവന് ആ ജുമുഅയും തൊട്ടടുത്ത മറ്റൊരു ജുമുഅയുമായി അതിന്റെ ഇടയിൽ ചെയ്ത പാപങ്ങള് അവൻ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. ധാരാളം കാര്യങ്ങൾ ഈ ഹദീസിൽ നിന്ന് കിട്ടി. ഒന്ന്, ജുമുഅക്ക് കുളിക്കണം. എന്നിട്ടോ അവരെ ഫസല്ലാമാ ഖുദ്റു, പള്ളിയിൽ വെച്ച് കഴിഞ്ഞ തഹിയ്യത്ത് നമസ്കരിക്കണം. സുമ്മ അൻസത ഹത്താ യഫ്റുഗൽ ഇമാം, ഇമാം ഖുത്ബ ചെയ്ത് അവസാനിക്കുന്നത് വരെ, ഖുത്ബയിൽ നിന്ന് വിരമിക്കുന്നത് വരെ അവനെന്ത് ചെയ്യേണ്ടതുണ്ട്? സുമ്മ അൻസത, നിശബ്ദനായിട്ടിരിക്കണം, ഖുത്ബയുടെ സമയം സംസാരിക്കാൻ പാടില്ല. 3-ാമത്തെ കാര്യം. 4-ാമത്തെ സുമ്മ യുസല്ലി മാഹു, ഇമാമോട് കൂടി ജുമുഅ നമസ്കാരം നിർവഹിക്കുക. ഈ 4 കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? അവന് എന്ത് ലഭിക്കുന്നതാണ്? അവൻ ഒരു ജുമുഅ മറ്റൊരു ജുമുഅ വരെയുള്ള പാപങ്ങള് അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. അപ്പൊ ഒരാഴ്ചക്കിടയിൽ കഴിഞ്ഞ ആഴ്ച ചെയ്തു പോയ കാര്യങ്ങള്, തെറ്റുകള് ഒരു ജുമുഅയോട് കൂടി അള്ളാഹു നമുക്ക് പുറത്തു തരുന്നതാണ് എന്നർത്ഥം. ധാരാളം ജുമുഅയുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രാധാന്യങ്ങള് വിശുദ്ധ ഖുർആന്റെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ജുമുഅയുടെ പ്രാധാന്യം അള്ളാഹു പറയുന്നുണ്ട് സൂറത്തുൽ ജുമുഅയില്, യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹല്ലദീന ആമനു, എല്ലാവർക്കും പരിചയമുള്ള ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി, ജുമുഅ ദിവസം ജുമുഅക്ക് വേണ്ടി നിങ്ങൾ വിളിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് നിങ്ങളെ വന്നുകൊള്ളുക എന്ന് സ്മരണ അർത്ഥവും അതാണ്. സത്യവിശ്വാസികളെ വെള്ളിയാഴ്ച നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ അള്ളാഹുവെ പറ്റിയുള്ള സ്മരണയിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരിക. ആ അർത്ഥ വേർഡിന്റെ എന്നാണ് വരിക എന്ന് മാത്രമല്ല, നിങ്ങൾ വേഗത്തിൽ വന്നുകൊള്ളുക, നേരം വൈകാതെ എത്തിക്കൊള്ളുക എന്ന്. പിന്നെ ബാക്കി കാര്യങ്ങള് എന്റെ സുഹൃത്തു ജുമയിൽ തന്നെയാണ്. 9-ാമത്തെ ആയത്താണ് അല്ലെ, 62-ാമത്തെ അധ്യായം 9-ാമത്തെ ആയത്തില്. ഇത് അതുമായി ബന്ധപ്പെട്ട് ജുമയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. 1-2 ഹദീസുകൾ കൂടി ആ ജുമയെ പറഞ്ഞുമ്പോൾ അതിനെ കൂടെ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ജുമയുടെ പ്രാധാന്യമായിട്ട്, ജുമുഅ ദിവസത്തിന്റെ പ്രാധാന്യമായിട്ട്, ഖൈറു യൗമിൻ തലഅത അലൈഹി ശംസു യൗമുൽ ജുമുഅ, ഖൈറു യൗമിൻ തലഅത അലൈഹി ശംസു യൗമുൽ ജുമുഅ, സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. അതിനെന്താ കാരണങ്ങൾ പറഞ്ഞു? ഫീഹി ഖുലിഖ ആദം, ആ വെള്ളിയാഴ്ച ദിവസമാണ് ആദമിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. വഫീഹി ഉദ്ഖിലൽ ജന്ന,
ആ ദിവസത്തിൽ തന്നെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടതും വഫീഹി ഉഖ്രിജ മിൻഹാ, ആ വെള്ളിയാഴ്ച ദിവസമാണ് അവർ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും. അതും അതേപ്രകാരം വലാ തഖൂമു സ്സാഅ ഇല്ലാ ഫീ യൗമിൽ ജുമുഅ, അന്ത്യനാൾ സംഭവിക്കുകയില്ല ഇല്ലാ ഫീ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമല്ലാതെ. അപ്പോ ഇതെല്ലാം ഇങ്ങനെ ധാരാളം പ്രത്യേകം മറ്റു ഹദീസുകൾ ഇതല്ലാത്ത പ്രത്യേകതകളൊക്കെ പറയുന്നുണ്ട്. യൗമുൽ ജുമുഅ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഈ പ്രാധാന്യം വെള്ളിയാഴ്ച ദിവസത്തിനുണ്ട്. ആദ്യം സൃഷ്ടിക്കപ്പെട്ടത്, അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത്, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്, അന്ത്യനാൾ സംഭവിക്കുന്നത്, ഈ 4 കാര്യങ്ങൾ ഈ ഹദീസിൽ നിന്ന് നമുക്ക് കിട്ടി. അതുകൊണ്ട് സൂര്യൻ വിച്ചരിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന്. ആ വെള്ളിയാഴ്ച ദിവസത്തിൽ പോലും ജുമുഅ ഒഴിവാക്കുന്ന ആളുകളുണ്ട്. വെള്ളിയാഴ്ച ജുമുഅ മറ്റുള്ള നമസ്കാരം ഒഴിവാക്കുന്നതിനേക്കാൾ കുറ്റകരമാണ് ജുമുഅ ഒഴിവാക്കുന്നത്. ഖതമല്ലാഹു അലാ ഖൽബിഹി എന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. അവന്റെ ഹൃദയത്തിൽ അള്ളാഹു സീൽ വെക്കുന്നതാണ്. ജുമുഅ ഒഴിവാക്കുന്ന ആളുകളെ കുറിച്ച് അവന്റെ ഹൃദയത്തില് അള്ളാഹു സീൽ വെക്കുന്നതാണ് എന്ന് പോലും പഠിപ്പിച്ചു. അത്രയും ഗൗരവമായിട്ടുള്ള വിഷയമാണ് ജുമുഅ. പലപ്പോഴും ഇന്നൊക്കെ പ്രവാസികള് ജുമുഅ വെള്ളിയാഴ്ച ദിവസമാണ് ഒരു ലീവ് കിട്ടുന്നത്. ആ വ്യാഴാഴ്ച ഫജ്ർ വരെ ടിവിയും സിനിമയും സീരിയലൊക്കെ കണ്ടങ്ങനെ അതിന്റെ കൂടെ ഇരുന്നിട്ട് പിന്നീട് ആ സുബഹിന്റെ ഒരു അരമണിക്കൂർ മുമ്പാണ് ഉറങ്ങും. ബാങ്ക് വിളിക്കുന്ന അരമണിക്കൂർ മുമ്പ് സുബഹില്ല. എന്നിട്ട് എണീക്കുന്നതോ ജുമുഅ കഴിഞ്ഞ് അസറിന് ഡ്യൂട്ടിക്ക് പോകാനായിട്ടായിരിക്കും. ഒരു ലീവ് ഡേ അല്ല, അതാണ്ട് ആഘോഷിക്കാൻ എന്നൊക്കെ നിസ്കാരമല്ല, ആരാധനകളൊന്നും ഇല്ലാത്ത രൂപത്തില് അവരെ ശ്രദ്ധിച്ചുകൊള്ളുക. ഖതമല്ലാഹു അലാ ഖൽബിഹി, അതിനാൽ അവരുടെ ഹൃദയത്തിൽ അള്ളാഹു സീൽ വെക്കുന്നതാണ് എന്നർത്ഥം. ഈ ജുമുഅ ദിവസത്തില് നമസ്കാരം, ഈ ജുമുഅ നമസ്കാരം മാത്രമല്ല ഉള്ളത്, ധാരാളം പ്രത്യേകത മറ്റുണ്ട്, വേറെയുണ്ട്. ഈ ദിവസം യൗമുൽ ഇബാദ എന്ന് ഇബാദത്തിന്റെ ദിവസമാണ്. യൗമുൽ മഗ്ഫിറ പാപമോചനത്തിന്റെ ദിവസമാണ്. യൗമുൽ ദിക്ർ വ ദുആ പ്രാർത്ഥനയുടെ ദിക്റിന്റെയും ദുആഇന്റെയും ദിവസമാണ് എന്നെല്ലാം ഹദീസുകൾ കാണാൻ സാധിക്കും. ഒരു ഹദീസ് നോക്കുക. ഇന്ന ഫിൽ ജുമുഅത്തി സഅഅത്തുൻ ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ വഹുവ ഖായിമുൻ യുസല്ലി യസ്അലുല്ലാഹ ശൈഅൻ ഇല്ലാ അഅതാഹു ഇയ്യാഹു. മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. ജുമുഅ ദിവസത്തില് സഅഅത്തുൻ ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ, ഒരു പ്രത്യേക സമയമുണ്ട്. ജുമുഅ ദിവസത്തില് ഒരു സമയമുണ്ട്. അത് ഒരു അടിമ ആ ദിവസത്തില് അള്ളാഹ് നമസ്കരിച്ചുകൊണ്ടിരിക്കെ അത് നമസ്കരിക്കുന്നു, അതേ പ്രകാരം അള്ളാഹുവിനോട് വല്ലതും ചോദിക്കുന്നുവെങ്കിൽ അള്ളാഹു അവനെ നൽകാതിരിക്കുകയില്ല. അവന് എന്താണോ ചോദിക്കുന്നത് ആ സമയത്ത് അവൻ ആ ജുമുഅ ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദിക്കുന്നത് അള്ളാഹു നൽകും. ഈ സമയം ഏതാണ് എന്ന് പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുണ്ട്. പ്രബലമായിട്ടുള്ളത് ഹദീസിന്റെ അടിസ്ഥാനത്തില് അത് വഹിയ ബഅദൽ അസ്ർ എന്ന് കാണാൻ സാധിക്കും. അത് അസറിന് ശേഷമാണ് എന്ന്. അതേപോലെ അത് അസറിന് ശേഷം മുതൽ എത്ര വരെ എന്നുള്ള അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള ഒരു മണിക്കൂറാണ് എന്ന് പ്രബലമായിട്ടുള്ള അഭിപ്രായം. ജുമുഅ ദിവസം ഒരു സമയമുണ്ട്, പ്രത്യേക സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾ ചോദിക്കുന്നുവെങ്കിൽ ആ സമയം നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. ആ സമയം അത് അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിലാണ്. അത് തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ച് മഗ്രിബിന്റെ തൊട്ട് മുമ്പുള്ള ഒരു മണിക്കൂറാണ്. മഗ്രിബിന്റെ തൊട്ട് മുമ്പുള്ള ഒരു മണിക്കൂറാണ് പ്രബലമായിട്ട് ആ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ സമയം പ്രത്യേകം എന്ത് ചെയ്യുക, നമസ്കാരത്തിന് വേണ്ടിയിട്ടാവട്ടെ, സുന്നത്ത് നമസ്കാരങ്ങൾക്ക്, അതല്ലെങ്കിൽ ഖുർആൻ പാരായണത്തിന്, അതല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുക, അത് ചെലവഴിച്ചു കൊള്ളുക. ദിക്റുകളും ദുആകളും സലാത്തുകളൊക്കെ ആയിട്ട് കഴിഞ്ഞു കൂടുന്നത് വളരെയധികം നല്ലതാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് എന്നർത്ഥം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജുമുഅ മറ്റൊരു ജുമുഅ വരെ കഫാറത്തുൽ ലിമാ ബൈനഹുമാ, ആ ജുമുഅക്കിടയിൽ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾക്ക് ഉള്ള പാപങ്ങൾക്കുള്ള മോചനമാണ് എന്നർത്ഥം. അതുകൊണ്ട് ആരും മനഃപൂർവ്വം ചെയ്ത് നമുക്ക് തെറ്റ് ചെയ്യാം എന്നുള്ളൊരു ഇളവല്ല ഇവിടെ. പലപ്പോഴും ഈ ജുമുഅ നിസ്കരിക്കും, അതിന്റെ ഇടയിൽ ഇനി അടുത്ത ജുമുഅ വരെ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്യുന്ന പ്രശ്നമില്ല, അത് അടുത്ത ജുമുഅക്ക് പോയാൽ മതിയല്ല, അതിന്റെ ഇടയ്ക്ക് പുറത്ത് കിട്ടും. അങ്ങനെ കരുതി പോയാൽ പുറത്തു വരുന്നതല്ല. മറിച്ച് നമ്മളറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകൾ, മനഃപൂർവ്വം ചെയ്യുന്ന തെറ്റുകളല്ല അവിടെ. മനഃപൂർവ്വമാണ് അടുത്ത ജുമുഅക്കാണ് പുറത്തു വരുന്ന പറഞ്ഞാണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് റബ്ബിനോടുള്ള ധിക്കാരമാണ് കാണിക്കുന്നത്. മറിച്ച് നമ്മൾ അറിയാതെ നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകൾ എന്ത് ചെയ്യാം, ആ ചെറുപാപങ്ങളൊക്കെ എന്ത് ചെയ്യും, ആ ഒരു ജുമുഅ മുതൽ മറ്റൊരു ജുമുഅയുള്ള സമയങ്ങൾക്കിടയിൽ പുറത്ത് വരുന്നതാണ്. അതേപ്രകാരം വെള്ളിയാഴ്ച ദിവസത്തിൽ തന്നെ അതുകൊണ്ട് അവസാനിപ്പിക്കാനാണ് ജുമുഅയുടെ പ്രാധാന്യമില്ല. ജുമുഅ സമയത്ത് കുളി സുന്നത്താണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു എന്നുള്ളതാണ്. വെള്ളിയാഴ്ച മരിക്കുന്നത് പോലും നല്ല മരണത്തിന്റെ അടയാളങ്ങളായിട്ടും അതേപ്രകാരം ഖബർ ശിക്ഷയിൽ നിന്ന് മോചനവുമായിട്ട് ഹദീസിൽ വന്നിട്ടുണ്ട്.
ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസിലേതാ നിങ്ങളുടെ മുമ്പിൽ ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. ആ ഹദീസിൽ എന്താ പറയുന്നത്? അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅ ഔ ലൈലത്തുൽ ജുമുഅ, ഏതെങ്കിലും ഒരു മുസ്ലിം മരണപ്പെടുന്നത് യൗമുൽ ജുമുഅ ജുമുഅ ദിവസമാണെങ്കിൽ ഔ ലൈലത്തുൽ ജുമുഅ ജുമുഅയുടെ രാത്രി. ജുമുഅയുടെ രാത്രി പറഞ്ഞാൽ ഏത് രാത്രിയാ? വെള്ളിയാഴ്ച രാത്രിയോ വ്യാഴാഴ്ച രാത്രിയോ? വെള്ളിയാഴ്ച ദിവസമോ അതല്ലെങ്കിൽ വെള്ളിയാഴ്ച രാത്രിയോ എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. വ്യാഴം രാത്രി, ശരിയാണ്. വ്യാഴാഴ്ച, അതാണ് വെള്ളിയാഴ്ച രാവ് എന്ന് നമ്മൾ പറയുന്ന സമയം. വെള്ളിയാഴ്ച രാവിലോ അതല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസമോ ആരെങ്കിലും മരണപ്പെടുന്നുവെങ്കിൽ ഇല്ലാ വഖാഹുല്ലാഹു ഫിത്നത്തൽ ഖബർ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ നൽകുന്നതാണ്. ഇപ്പൊ വെള്ളിയാഴ്ച ദിവസത്തെ മരണത്തിന് പ്രത്യേകതയുണ്ട്, ആ ദിവസത്തിന് പോലും പ്രത്യേകതയുണ്ട് എന്ന് ഹദീസിൽ കാണാൻ കഴിയും. ഹദീസ് ഇമാം തുർമുദി 1074 നമ്പറിൽ ഉദ്ധരിച്ചതാണ്. ശൈഖ് നസ്റുദ്ദീൻ അൽബാനി തന്റെ അഹ്കാമുൽ ജനായിസിൽ ഈ ഹദീസ് കൊടുത്തിട്ടുണ്ട്. അതിന് ധാരാളം പ്രത്യേകതകൾ ഉണ്ട്. ഒരു ഹദീസ് കൂടി ഞാൻ ആ വിഷയത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കാണ്. നടന്നു പോയാൽ, പള്ളിയിലേക്ക് നടന്നു പോവുകയാണെങ്കിൽ അതിനുള്ള പ്രതിഫലം, ആ ജുമുഅ ദിവസം പള്ളി നടന്നു ഒരു വർഷം നോമ്പെടുത്തിട്ട് കൂലിയാണ്. മൻ ഇഫ്തസല യൗമൽ ജുമുഅത്തി വഗസ്സല വബക്കറ വസ്തകറ വദനാ വസ്തമാ വഅൻസത കാന ലഹു ബികുല്ലി ഖുത്വത്തിൻ യഖ്തുഹാ അജ്റു സനത്തിൻ ഖിയാമുഹാ വഖിയാമുഹാ. ഹദീസ് ഔസ് ഇബ്നു ഔസ് സഖഫി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. മൻ ഇഫ്തസല, ആര്? റസൂലുള്ളാഹി പറഞ്ഞു, എന്റെ ആരെങ്കിലും കുളിക്കുന്നു എപ്പോൾ? യൗമൽ ജുമുഅത്തി, ജുമുഅ ദിവസം അവന് കുളിക്കുകയും വകബ്ബറ വദ്ദകറ, അവൻ നേരത്തെ പോവുകയും, കുളിക്കുക നേരത്തെ പോവുക, വദനാ വസ്തമാ വഅൻസത, അങ്ങനെ പള്ളിയില് ഖുത്ബ ശ്രവിക്കുകയും നിശബ്ദമായി നിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ കാന ലഹു ബികുല്ലി ഖുത്വത്തിൻ യഖ്തുഹാ അജ്റു സന, ആ അവൻ നടന്നു പോകുന്ന ഓരോ സ്റ്റെപ്പിനും, ആ പള്ളിയിലേക്ക് നടന്നു പോകുന്ന ഓരോ സ്റ്റെപ്പിനും അജ്റു സനത്തി സിയാമുഹാ വഖിയാമുഹാ, ഒരു വർഷം നോമ്പെടുത്ത, ഒരു വർഷം നമസ്കരിച്ചവന്റെ പ്രതിഫലമുണ്ട് എന്നാണ്. പള്ളിയിലേക്ക് നടന്നു പോകുന്നത്, വണ്ടിയിൽ പോകുന്നവർ വണ്ടിയിൽ നിർത്തി പോകാൻ കൂലി പരിപൂർണമായി കിട്ടാണ്. പള്ളിയിലേക്ക് നടന്നു പോകുന്നവരെങ്കിലും ജുമുഅ ദിവസം അത് നേരത്തെ പോകണമെന്ന് പോയ ഹദീസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ആ ഖുത്ബയുടെ തീരാൻ നേരത്തെ ഇമാമ് രണ്ടാം ഖുത്ബയിലാണ് കയറിയ പ്രാർത്ഥന തുടങ്ങുമ്പോഴാണ് പുറത്തുനാൾ ഇറങ്ങാറുള്ളത്. അതല്ല, നേരത്തെ പോയ ആളുകൾക്ക് എന്ത് ചെയ്യുള്ളൂ, അത് നടന്നു പോകുന്ന ആളുകൾക്ക് ഈ പ്രതിഫലമുണ്ട് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ഒരു വർഷം നോമ്പെടുത്ത, ഒരു വർഷം നമസ്കരിച്ച പ്രതിഫലമാണ് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ശൈഖ് നസ്റുദ്ദീൻ അൽബാനി തന്റെ സ്വഹീഹ് തുർമുദിയിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ധാരാളം പ്രത്യേകതകളുണ്ട്. ഒന്ന് കുളിക്കുക മാത്രം, നമ്മുടെ വിഷയം കുളിയാണ് വെള്ളിയാഴ്ച ജുമയില്. ആ കുളിക്കുക, അതേപ്രകാരം നേരത്തെ പോവുക, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക, ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക, വെള്ള വസ്ത്രം ധരിക്കുക, അതേപ്രകാരം കുളിക്കുക പറഞ്ഞു, സുഗന്ധം പൂശുക, ഇങ്ങനെ ധാരാളം ചെറിയ സുന്നത്തുകൾ ഈ ദിവസത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുക. നമ്മൾ വിഷയത്തിലേക്ക് മടങ്ങാം. അപ്പൊ ഒന്നാമതായി സുന്നത്ത് കുളികളിൽപ്പെട്ട ഒന്നാമത്തെ കുളിയാണ് ഏത് കുളിയാ പറഞ്ഞത്? ജുമുഅക്കുള്ള കുളി. അതെ, ജുമുഅക്ക് വേണ്ടി കുളിക്കൽ സുന്നത്താണ്. പിന്നെ രണ്ടാമത്തെ, രണ്ട് പെരുന്നാൾ നമസ്കാരങ്ങൾക്ക് വേണ്ടി കുളിക്കൽ, അത് രണ്ടും കൂടി ഒന്നാക്കാം നമുക്ക്. രണ്ട് പെരുന്നാൾ നമസ്കാരം, ഒന്ന് ചെറിയ പെരുന്നാളിന് കുളിക്കല്, വലിയ പെരുന്നാളിന് കുളിക്കല്, ഇത് രണ്ടും ഉള്ള രണ്ടാക്കി തീർക്കേണ്ട, നമുക്ക് രണ്ടും കൂടി ഒന്നാക്കാം. രണ്ട് പെരുന്നാൾ നമസ്കാരങ്ങൾക്ക് വേണ്ടി കുളിക്കൽ രണ്ടാമത്തേത്. രണ്ട് പെരുന്നാൾ നമസ്കാരങ്ങൾക്ക് വേണ്ടി കുളിക്കൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദിവസം അന്നഹു കാന യഗ്തസിലു യൗമൽ ജുമുഅത്തി വൽ ഫിത്രി വൻ നഹ്രി, ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച ദിവസം കുളിക്കാറുണ്ടായിരുന്നു എന്നും അതേപ്രകാരം വൽ ഫിത്രി വൻ നഹ്രി, എന്താ ഫിത്റും നഹറും? ഫിത്റ് നഹർ എന്ന് പറഞ്ഞാൽ എന്താ ആർക്കറിയാം? ഫിത്ർ വൽ ഫിത്രി വൻ നഹ്രി എന്ന ഹദീസിലുള്ളത്. പെരുന്നാൾ പറ, ഫിത്റ് വേറെ, നഹർ വേറെ. ഈദുൽ ഫിത്ർ, അതേപ്രകാരം ഈദുൽ അദ്ഹ. അതെ, ഫിത്ർ എന്ന് പറഞ്ഞാൽ ഈദുൽ ഫിത്റിനാണ്, അവിടെ സകാത്തുൽ ഫിത്ർ ഉള്ളത് കൊണ്ടാണ് ആ പേര് ഫിത്ർ എന്ന് പറയുന്നത്, ഈദുൽ ഫിത്ർ എന്ന് പറയാൻ കാരണം. അതേപ്രകാരം വന്നഹർ, നെഹർ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും അർത്ഥം? അറക്ക്, അറവ്. നെഹർ അറവ്. അപ്പൊ അറവിന്റെ പെരുന്നാൾ ഏതാണ്? ബലി പെരുന്നാൾ.
അതുകൊണ്ടാണ് വൽ ഫിത്രി വൻ നഹരി, ഫിത്റിലും നഹറിലും ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും റസൂലുള്ള കുളിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. നമുക്കറിയാം മുസ്ലിമീങ്ങൾക്ക് രണ്ട് പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണുള്ളത്. ഒന്ന് ഈദുൽ ഫിത്റും മറ്റൊന്ന് ഈദുൽ അദ്ഹയും. ഓണാഘോഷം മുസ്ലിമിന്റെ ആഘോഷമല്ല, ക്രിസ്തുമസ് മുസ്ലിമിന്റെ ആഘോഷമല്ല, ജന്മദിനം മുസ്ലിമിന്റെ ആഘോഷമല്ല, മരണദിനം മുസ്ലിമിന്റെ ആഘോഷമല്ല, ന്യൂ ഇയർ മുസ്ലിമിന്റെ ആഘോഷമല്ല എന്നെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അറിയാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോ ഈ ദിവസങ്ങളിൽ പെരുന്നാൾ ദിവസത്തില് ധാരാളം സുന്നത്ത്, ജുമ്മയ്ക്ക് പറഞ്ഞതുപോലെ വേറെയും ധാരാളം സുന്നത്തുകൾ പെരുന്നാളുണ്ട്. പുതിയ വസ്ത്രം ധരിക്കുക പെരുന്നാളിന്റെ സുന്നത്താണ്. കുളിക്കല് പെരുന്നാളിന്റെ സുന്നത്താണ് എന്ന് പറഞ്ഞു. സുഗന്ധം പൂശല് പെരുന്നാളിന്റെ സുന്നത്താണ്. കുടുംബ സന്ദർശനം നടത്തല് പെരുന്നാളിന്റെ സുന്നത്താണ്. ഈദുൽ അദ്ഹയിലാണ്, വലിയ പെരുന്നാളിനാണെങ്കിൽ ബലിയെടുക്കല് പെരുന്നാളിന്റെ സുന്നത്താണ്. ഈദുൽ ഫിത്റിനാണെങ്കിൽ, ചെറിയ പെരുന്നാളാണെങ്കിൽ ഫിത്ർ സക്കാത്ത് അരി വിതരണം നടത്തല് പെരുന്നാളിന്റെ സുന്നത്തുകൾപ്പെട്ടതാണ് എന്ന് കുളി പറയുമ്പോൾ മനസ്സിലാക്കി വെക്കാം. പിന്നെ അപ്പോ രണ്ട് കുളികൾ, സുന്നത്തായ കുളികൾ രണ്ടെണ്ണം പറഞ്ഞു. മൂന്നാമത്തെ കുളി ഇഹ്റാമിന് വേണ്ടി കുളിക്കുക. ഇഹ്റാമിന് വേണ്ടി കുളിക്കുക സുന്നത്തായിട്ടുള്ള കുളിയാണ്, വാജിബല്ല, നിർബന്ധമല്ല. ഇഹ്റാമിന് വേണ്ടി കുളിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹ്റാമിന് വേണ്ടി കുളിക്കാറുണ്ടായിരുന്നു എന്ന് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുകയാണ്. عن زيد بن ثابت رضي الله تعالى عنه أنه رأى النبي صلى الله عليه وسلم يجرد لإحلاله واغتسل. ഇഹ്റാമിന് വേണ്ടി റസൂലുള്ളാഹി കുളിച്ചു എന്ന് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. അപ്പോ ഈ ഇഹ്റാമിന് വേണ്ടി കുളിക്കുക എന്നുള്ളത് അത് ഉംറയ്ക്ക് വേണ്ടി ഉള്ള കുളി, അതേ പ്രകാരം ഹജ്ജിന് വേണ്ടിയുള്ള കുളി എന്ന് അങ്ങനെ വേണമെങ്കിൽ പറയാം. നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കി വെക്കാം. ഇഹ്റാമിന് വേണ്ടി എഴുതി വെക്കുന്ന ആളുകൾ അങ്ങനെ തന്നെ എഴുതി വെക്കും. മൂന്നാമത്തേത് ഇഹ്റാമിന് വേണ്ടി കുളിക്കുക. ഉംറക്കും ഹജ്ജിനാണെങ്കിലും ഇഹ്റാമിന് വേണ്ടി കുളിക്കേണ്ടതുണ്ട്. പിന്നെ നാലാമത്തേത് മക്കയിൽ പ്രവേശിക്കുമ്പോൾ കുളിക്കുക. മക്കയിൽ പ്രവേശിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, കുളിക്കുക. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുകയാണ്, അന്നഹു കാന ലാ യദ്ഖുലു മക്ക ഇല്ലാ ബാത ബിദീ തുവ ഹത്താ യുസ്ബിഹ. അതായത് തുവാ താഴ്വരയില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിക്കാതെ, രാത്രി താമസിക്കാതെ റസൂൽ എന്ത് ചെയ്യാറുണ്ടായിരുന്നില്ല, മക്കയിൽ പ്രവേശിക്കാറുണ്ടായിരുന്നില്ല. മക്കയിൽ പ്രവേശിക്കുന്നതിന് മുമ്പിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു സ്ഥലമാണ് തുവാ താഴ്വര. ഫജ്ർ വരെ റസൂലുള്ളാഹി തുവാ താഴ്വരയിൽ തങ്ങും. എന്നിട്ട് വയഗ്തസിലു, എന്നിട്ട് കുളിക്കും. സുമ്മ യദ്ഖുലു മക്കത നഹാറൻ, എന്നിട്ട് പകലില് മക്കയിൽ പ്രവേശിക്കും. വയദ്കുറു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅലഹു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി ഇത് ചെയ്തു എന്ന് ഇബ്നു ഉമർ ഓർക്കുകയാണ്, സ്മരിക്കുകയാണ് എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് മക്കയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി കുളിക്കുക. അപ്പൊ കഴിയുന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഇഹ്റാമിലൊക്കെ പ്രവേശിക്കുന്ന ആള് ഇഹ്റാമിന്റെ കുളി അത് ഉൾപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മക്കയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഹറമിലേക്കല്ല, മക്കയിലേക്കാണ്. അതായത് പള്ളിയിലേക്കല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, പള്ളിയിലേക്കല്ല. ഇഹ്റാമിന് വേണ്ടി കുളിച്ച ആളുകൾ വീണ്ടും കുളിച്ചു എന്നതുകൊണ്ട് വിരോധമല്ല. ഇഹ്റാമിന്റെ കുളി കുളിച്ച ആളുകൾക്ക് ഈ കുളി കുളിച്ചു എന്നതുകൊണ്ട് ഒരു വിരോധമില്ല. അത് ഇഹ്റാമിന്റെ കുളി വേറെ, മക്കയിൽ പ്രവേശിക്കാനുള്ള കുളി വേറെ. അതൊരു സുന്നത്താണ്. ഇന്നൊക്കെ സാഹചര്യം നമുക്ക് സാധിക്കൂല പലപ്പോഴും. കാരണം എല്ലാ ഗ്രൂപ്പൊക്കെ ആയിട്ട് ഒന്നിച്ച് പോകാണ്. സ്വന്തമായിട്ടൊക്കെ പോയി വേറെ റൂം പുറത്തുവിടെ റൂം എടുത്ത് നിൽക്കുന്ന ആളുകൾക്കൊക്കെ അങ്ങനെ സാധിക്കുള്ളൂ. ഇന്നത്തെ സാഹചര്യം നമുക്ക് സാധിക്കുന്നതല്ല. എങ്കിലും സാധിക്കുന്നവർക്ക് ചെയ്യാം. മക്കയിൽ പ്രവേശിക്കുമ്പോൾ വേണ്ടി റസൂലുള്ളാഹി കുളിക്കാറുണ്ടായിരുന്നു എന്നുള്ളത്. ഇത് തുവാ താഴ്വര, ഇഹ്റാമിന്റെ കുളി അല്ല ഇവിടെ ഹദീസിന്റെ വ്യക്തമാണ്. തുവാ താഴ്വര റസൂലുള്ളാഹി താമസിക്കും, എന്നിട്ട് പകലില് മക്കയിലേക്ക് പ്രവേശിക്കും എന്നുള്ളത്. അത് ഇഹ്റാമിന്റെ കുളിയല്ല എന്ന് ഹദീസിന്റെ വ്യക്തമാണ്. പിന്നെ ഒന്നുകൂടി ഉണ്ട്. ആർക്കറിയാം, ഞാൻ ഈ പറയാത്ത 4 കാര്യങ്ങളിൽ നിന്നല്ല ഉൾപ്പെടാത്ത മറ്റൊരു കുളി കൂടിയുണ്ട്, സുന്നത്തായിട്ടുള്ള കുളി. ആരും ഓർമ്മയിലില്ലേ? ഇതിന് മുമ്പൊക്കെ ആരൊക്കെ ടെസ്റ്റ് അടിക്കുന്ന വേണ്ടിയിരുന്നു. നിർബന്ധ കുളി പറഞ്ഞപ്പോ ആരോ ടെസ്റ്റ് അടിച്ചിട്ടുണ്ട്. നിർബന്ധ കുളിയില് ആരോ പറഞ്ഞിരുന്നു. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ? ഞാന് സുന്നത്തായിട്ടുള്ള കുളികള് 5 ഞാൻ പറഞ്ഞു. മാഷാ അല്ലാഹ്. അബൂ മുനീർ മക്ക കൊടുത്തത് ശരിയാണ്. ബാക്കി ഇപ്പൊ എല്ലാവരും വൈക്ക് പറഞ്ഞു. ജനാദ കുളിപ്പിച്ചവന്, മയ്യത്ത് കുളിപ്പിച്ചവന്, അത് മയ്യത്ത് കുളിപ്പിച്ചവൻ കുളിക്കുക എന്നുള്ളത് എന്താണ്, ഒരു സുന്നത്തായിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല എന്ന് പറയാണ്, മൻ ഗസല, റസൂലുള്ളാഹി പറഞ്ഞു, മൻ ഗസല മയ്യിതൻ ഫൽയഗ്തസിൽ വമൻ ഹമലഹു ഫൽയതവല്ല. ആരെങ്കിലും മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഫൽയഗ്തസിൽ, അവനും കുളിച്ചു കൊള്ളട്ടെ.
അവൻ ഹമലഹു ആരെങ്കിലും മയ്യത്ത് വഹിച്ചു കഴിഞ്ഞാൽ, ജനാസ വഹിച്ചു കഴിഞ്ഞാൽ ഫല്യതവല്ല അവൻ വുളൂ ചെയ്തു കൊള്ളട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ആരെ ടെസ്റ്റ് അടിച്ചിട്ട് വെച്ചിരുന്നു മയ്യത്ത് ജനാസ വഹിച്ചവൻ കുളിക്കണോ എന്നുള്ളത്. ജനാസ വഹിച്ചവൻ കുളിക്കേണ്ടതുണ്ടോ? ഇല്ല, കുളിക്കേണ്ടതില്ല, അവൻ വുളൂ ചെയ്യുന്നത് സുന്നത്താണ് എന്നുള്ളത്. ജനാസ കൊണ്ടുപോയ ആളുകൾക്ക് വുളൂ ചെയ്യല് സുന്നത്താണ്. മയ്യത്ത് കുളിപ്പിച്ചവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? കുളിക്കല് സുന്നത്ത് കുളിയാണ്, നിർബന്ധമല്ല. സുന്നത്ത് കുളിയാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോ എത്ര കുളി നമ്മൾ മൊത്തത്തിൽ പറഞ്ഞു? 5 കുളികൾ. അത് രണ്ടാക്കി തിരിക്കുമ്പോൾ 7 കുളിയായിട്ട് വന്നു അല്ലെ? 7 കുളികൾ വന്നു. ഒന്ന് വേർതിരിച്ച് പറയുകയാണെങ്കിൽ, ഒന്ന് ജുമുഅ, ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാള്, ഹജ്ജ്, ഉംറ, മക്കയിൽ പ്രവേശിക്കാൻ മയ്യത്ത് കുളിപ്പിച്ചതിന്. മാഷാഅല്ലാഹ്. അപ്പൊ ഇത് പ്രധാനമായിട്ട് 5 പ്രധാന പോയിന്റ്. 2 പെരുന്നാൾ നമസ്കാരം ഒന്നാക്കി ഉൾപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇതാണ് സുന്നത്ത് കുളികളായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്.